വീണ്ടും നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണ്. ഇത് ഇന്ത്യൻ ഓഷ്യൻ. ഇത് ഒരാൾ പൊക്കം മാത്രമേ ഉള്ളൂ വെള്ളം കേട്ടോ. വെള്ളം ഒരാൾ പൊക്കം മാത്രമേ ഉള്ളൂ. ഇത് മറുകര വരെ ഒരാൾ പൊക്കത്തിലാണ് വെള്ളം ഉള്ളത്. അതായത് ഒരാൾക്ക് നീന്തിയിട്ട് പോകാൻ പറ്റുന്നത് മാത്രമാണ്. ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. ഇത് നീന്തിയിട്ട് വേണമെങ്കിൽ പോകാം. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നങ്കൂരായിട്ടിട്ട് കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ മീൻ പിടിക്കുന്നതാണെന്ന് അറിയില്ല. എന്ത് രസമാണെന്നറിയോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്തൂടെ നീന്തിയിട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ ടീം തിരക്ക് ആക്കുകയാണ് നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം അത്രയും സേഫാണ് കേട്ടോ. നീന്താൻ വേണ്ടിയിട്ട് അറിയുന്നവർക്കൊക്കെ വളരെ സേഫ് കൂടിയാണ്. അവർ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. സേഫായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ രാമേശ്വരത്തെ പാമ്പൻ പാലത്തിനടിയിലുള്ള കടൽ. വളരെ ഒരു കടലിൻ്റെ ആ പ്രക്ഷുബ്ധതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഹാര രൂപത്തിലുള്ള ഒരു സ്വഭാവമോ ഒന്നും ഇതിനകത്തില്ല. വളരെ ശാന്താണ്. സത്യത്തിൽ ഇതിനെയാണ് ശാന്ത സമുദ്രം എന്ന് വിളിക്കേണ്ടത്. ഇന്നൊക്കെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ദ്വീപ് പോലൊരു സ്ഥലം കാണുന്നുണ്ടല്ലോ, നീണ്ട് കിടക്കുന്നേ. എന്ത് രസമാണെന്നറിയാം. അവിടത്തേക്കൊക്കെ പോകാൻ തോന്നുന്നുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് എന്ന് പറയുന്ന ദ്വീപിനെ പോലെയാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു പാട്ട് ഓർമ്മിച്ച് പോകാറിയാതെ അഞ്ജന കല്ലുകളടുക്കി മിനുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിതിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ 4 കെട്ടിലെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ. പാടാമെന്ന് അറിയില്ലെങ്കിൽ പക്ഷേ ഈ സൗന്ദര്യം കാണുമ്പോൾ അറിയാതെ ഓരോ ആളും, മനുഷ്യ ഹൃദയമുള്ള ഓരോ ആളും, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ഓരോ ആളും അവരറിയാതെ പാടിപ്പോകും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ഇതൊരു അത്ഭുത പ്രതിഭാസം കൂടിയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും നമുക്ക് ബേ ഓഫ് ബംഗാളിലേക്ക് എത്താം. ഒരൊറ്റ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ബേ ഓഫ് ബംഗാളിലേക്ക്. ഇത് ഇന്ത്യൻ ഓഷ്യൻ, ഇത് പാമ്പൻ പാലം. നമ്മൾ വീണ്ടും മുറിച്ച് കിടക്കുകയാണ് റോഡ് പാമ്പൻ പാലത്തിൻ്റെ അക്കരയിലേക്ക്, അതായത് ബേ ഓഫ് ബംഗാളിലേക്ക്, ബംഗാൾ ഉൾക്കടൽ. വീണ്ടും നമുക്ക് തിരമാല അടിക്കുന്നുണ്ട്. കുറച്ച് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് തിരമാല അടിക്കുന്നുണ്ട്. ഇടയിൽ കല്ലുകളൊക്കെ കാണാം. ആ കല്ലുകളൊക്കെ നിരത്തിയിട്ട് കാണുമ്പോൾ പണ്ട് എരിഞ്ഞിപ്പുഴയിൽ നമ്മൾ വെള്ളം കുറച്ച് കുറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു സീനൊക്കെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അതിലൂടെ നടന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിലൂടെയും അത്യാവശ്യം നടന്നു പോകാൻ പറ്റും, അല്ലെങ്കിൽ നീന്തിയിട്ടെങ്കിലും പോകാൻ പറ്റും. 2-2.5 കിലോമീറ്ററൊക്കെ നീന്താൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് പ്രയാസമാണ്. പക്ഷെങ്കിലും സാഹസികനായിട്ടുള്ള ആളുകൾക്ക് നീന്തിയിട്ട് അക്കരെ കിടക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് രാമേശ്വരത്തെ ഈ പാമ്പൻ പാലം. ഇത് ഇന്ത്യൻ ഓഷ്യൻ. ഇത് ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ. ഇത് ഈ 2 പാലങ്ങൾക്കിടയിൽ ഇടക്കിടക്കൊക്കെ ചില തൂണുകളുടെ അവശിഷ്ടങ്ങൾ കാണാം. ഇതാ പഴയ കൊടുങ്കാറ്റ് പേമാരിയും വന്നില്ലേ, ആ സമയത്ത് നശിച്ചു പോയ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ആ പാലത്തിൻ്റെ അവശിഷ്ടമാണ്, അതിൻ്റെ തൂണാണ്. നമുക്ക് ഈ രാമനാഥ നഗരത്തിനകത്ത് വന്ന ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ ഒരു സുനാമി
അതിനകത്ത് ഇവിടെയുള്ള ജീവിതങ്ങളൊക്കെ ഒരുപാട് 2000-ലധികം ആളുകൾ മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സുനാമി വന്നപ്പോൾ ഈ നഗരം രാമേശ്വരം തന്നെ തകർന്ന് തരിപ്പണമായി പോയതാണ്. രാമേശ്വരം തന്നെ ധനുഷ്കോടി ഇല്ലാതായിപ്പോയി. പിന്നീട് പുനർനിർമ്മിച്ചതാണ്. ഇപ്പോൾ കണ്ട ധനുഷ്കോടിയൊക്കെ പുനർനിർമ്മിച്ചതാണ്. ഓക്കെ, ഇതൊക്കെ മനുഷ്യ സൃഷ്ടിയാണ്. അതിന് ശേഷമുള്ളത് എൻജിനീയറിങ് വൈഭവത്തിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് ഇതെങ്ങനെയാണ് ഈ 2.5 കിലോമീറ്ററൊക്കെ ഈ പാലം പണിതത് ഈ കടലിലൂടെയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അതിന് ആ ഒരു ഭീകരമായിട്ടുള്ളൊരു ആലോചനയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. കാരണം ഇവിടെയൊക്കെ അത്ര വലിയ ആഴമൊന്നുമില്ല. 1-2 മീറ്റർ മാത്രമായിരിക്കും ആഴം ഉണ്ടാവുക. അതുകൊണ്ട് നിർമ്മാണമൊക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് മറിഞ്ഞു വീണ ആ പാലം തകർന്നു പോയില്ലേ, അപ്പം അന്ന് മറിഞ്ഞു വീണ ബീമുകളൊക്കെയാണ് ഇതാ ഈ കാണുന്നത്. ഇവിടെയൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ കാണും ബീമുകൾ. അതന്ന് 1964 വന്ന ആ സുനാമിയിൽ മറിഞ്ഞു വീണ പാലത്തിൻ്റെ ബീമുകളാണ്. നോക്ക്, എന്തൊരു ഭീകരമായിരുന്നിട്ടുണ്ടാവുക അല്ലേ അന്നത്തെ ആ ഒരു പേമാരിയും കൊടുങ്കാറ്റും. കാരണം ഇവിടുത്തെ 2000 ജീവിതങ്ങൾ പോയി എന്ന് പറയുമ്പോൾ എത്രയോ വർഷങ്ങളിലൂടെ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അധ്വാനവും ഒക്കെ ഈ വെള്ളത്തിനടിയിലായതായിരിക്കില്ലേ. ബീമുകൾ വളരെ ക്ലിയറാണ് കേട്ടോ. അതൊന്നും എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല. അതൊരു ഈ പ്രേത നഗരത്തിൻ്റെ ഓർമ്മകളായിട്ട്, കാഴ്ചകളായിട്ട് ഇപ്പോഴും ഈ കടലിനടിയിലുണ്ട്. ശരിക്കും ബീമുകളാണിതാ, നോക്കിക്കോ, ബീമുകളാണ്. ഇതാ വലിയ കുത്തൊഴുക്കിൽ, വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ മറിഞ്ഞുപോയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾ എത്ര വലിയ നിർമ്മാണങ്ങൾ ഈ പ്രകൃതിയിൽ നടത്തിയാലും പ്രകൃതിക്ക് ഒരു നിമിഷം മാത്രം മതി അവയൊക്കെ ഇല്ലാതാക്കാൻ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എത്ര മഹത്തരമാണെന്ന് പറഞ്ഞാലും, എത്ര എൻജിനീയറിങ് വൈഭവമാണെന്ന് പറഞ്ഞാലും അവയൊക്കെ ഒരു നിമിഷം കൊണ്ട് പ്രകൃതിക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളെ പ്രകൃതിക്ക് എതിരെ, ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹമുണ്ടല്ലോ, പ്രകൃതിക്കെതിരെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരിക്കലും ഇത് പ്രകൃതി അത് മോശമാണെങ്കിൽ, ചെയ്ത പ്രവൃത്തി മോശമാണെങ്കിൽ പ്രകൃതി തിരിച്ചറിയിക്കും. പക്ഷേ ഈ നിർമ്മാണങ്ങളൊന്നും മോശമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിക്ക് ഒരൊറ്റ മിനിറ്റ് മതിയെന്ന്. ഓക്കെ, നമുക്ക് ഒരുപാട് അവശിഷ്ടങ്ങൾ ഇതിന് ശേഷം കാണുന്നുണ്ട് നമ്മൾ. ഇതൊക്കെ ബീമുകളാണ്, പാലത്തിൻ്റെ ബീമുകളാണ്. ഇവിടെ ഇതാ പാമ്പം പാലത്തിൻ്റെ റെയിൽവേ ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് കരയിലൂടെയാണ് പോകുന്നത്. നമുക്കൊന്ന് മെല്ലെ മറുകരയിലേക്ക് പോകാം. പാലം കടന്നിട്ട് മറുകരയിലേക്ക് നമുക്കൊന്ന് പോകാം. മറുകരയിൽ ആ സൗന്ദര്യം അവസാനിക്കുന്നില്ല. എന്ത് രസമാണല്ലോ ആ കടലിങ്ങനെ പരന്ന് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണ്. ആ കടലിൻ്റെ മുകളിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള സീനാണ്. ഇതൊന്നും കണ്ണിൻ്റെ ഫ്രെയിമിനകത്ത് ഒതുക്കാൻ വേണ്ടി വരുന്നതല്ല. രാമേശ്വരമൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ്. പാമ്പൻ പാലം അതിൽ ഉൾപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ കാണുന്ന ഒരു സീനായിരിക്കും. നമ്മൾ രാമേശ്വരം വന്നോ ഉറപ്പായിട്ടും പാമ്പൻ പാലം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ജീവിതം വളരെ 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 ചെറുതാണ്. എത്ര വർഷം നിങ്ങൾ ജീവിക്കുന്നതാണെങ്കിലും ആ ജീവിത കാലഘട്ടത്തിനിടയിൽ നമ്മൾക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ കാണണം. അത് നമ്മളെ കൊണ്ടാവുന്നെങ്കിൽ, നമ്മൾ അധ്വാനിക്കുന്നു, നമ്മുടെ പണം ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ കാണേണ്ടതും കൂടിയാണ്. ആ പണം ഉപയോഗിച്ചിട്ട് പരമാവധി നമ്മൾ കാഴ്ചകൾ കാണണം. കാരണം മറ്റൊരു ജീവിതം ഇല്ലല്ലോ. ഈ ഭൂമിയിൽ മാത്രം ഉള്ള കാഴ്ചകളാണിത്. ഈ വെള്ളവും വായുവും ഈ അന്തരീക്ഷവും മനുഷ്യനും ഭൂമിയുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുള്ളതാണ്. ഇത് മറ്റൊരു ഗ്രഹത്തിലും ഇല്ല. ആകെ ഒരൊറ്റ ജന്മമേ ഉള്ളൂ നമുക്ക്. വളരെ ചെറിയ സ്പാൻ ഓഫ് ലൈഫാണ്. അപ്പം അതിനിടയിൽ ഇതൊക്കെ കാണുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ഏത് ജാതിയിൽ വിശ്വസിക്കുന്നുണ്ടോ, ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ഒക്കെ നിങ്ങളുടെ മാത്രം കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മറ്റൊരു ജീവിതം നമുക്കില്ല. ഇഹലോകം മാത്രമേ ഉള്ളൂ, പരലോകം ഇല്ല. അങ്ങനെ പരലോകത്തിന് വേണ്ടിയിട്ട് ഇഹലോകത്തിലെ കാഴ്ചകൾ കാണാതിരുന്നാൽ, ഈ സൗന്ദര്യം ആസ്വദിക്കാതിരുന്നാൽ നിങ്ങളുടെ ജീവിതം ഇല്ലാതായി പോയി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ യാത്രകൾ ഇഷ്ടപ്പെടുന്നത്. യെസ്, രാമേശ്വരത്ത് നിങ്ങൾ വന്നാൽ എവിടെയെങ്കിലും ഇങ്ങനെ ഇതേപോലെ നടന്നിട്ട് പോകുമ്പോൾ ഒരു തണലത്ത് നിൽക്കാന്നുള്ള വിചാരമൊന്നും വേണ്ട. കാരണം ഉദയവും അസ്തമയവും വരെ, ഉദയം 6:25 അസ്തമയവും ഏകദേശം അതേ സമയത്താണെങ്കിൽ അതുവരെ നിങ്ങൾ വെയിൽ കൊള്ളേണ്ടി വരും. പ്രകൃതി അല്ലെങ്കിൽ എന്താണ്, മഴമേഘങ്ങൾ, കാർമേഘങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള മേഘങ്ങൾ സൂര്യനെ മറച്ചെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു തണൽ കിട്ടുമെന്നല്ലാതെ ബാക്കി എല്ലാ സമയവും നിങ്ങൾ വെയിൽ കൊള്ളേണ്ടി വരും. അപ്പം ഞാൻ ഈ ചിത്രീകരണമൊക്കെ നടത്തുന്ന സമയത്ത് പൊരിഞ്ഞ വെയിലാണ്. ഇടയിൽ കാർമേഘങ്ങൾ സൂര്യനെ മറക്കുന്നത് കൊണ്ട് അല്പം തണൽ കിട്ടുന്നെന്ന് ഒഴിച്ചാൽ എന്താ നോക്ക്, കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. പാമ്പൻ മല അവസാനിക്കുകയാണ്. ഇതാ ഇടത് ഭാഗത്ത് ഇന്ത്യൻ ഓഷ്യൻ. ഹായ്, എന്താ രസം. ഇന്ത്യൻ ഓഷ്യൻ ഇതാ ഇങ്ങനെ ഇവിടെ വേർപിരിയുകയാണ്. രണ്ടും ഇതുവരെ കൂടിച്ചേർന്ന ഒരു സമയത്താണ് നമ്മൾ കണ്ടത്. പാമ്പൻ പാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ വലതുവശത്തായിട്ട് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലും ഇവിടെ വേർപിരിയുകയാണ്. അത് സെപ്പറേറ്റ് ചെയ്തിട്ട് പോകുന്നു. ഇതാ കാണാം നിങ്ങൾക്ക്, അത് വേർതിരിഞ്ഞിട്ട് പോകുന്നു. സംഗമിച്ച സ്ഥലം പാമ്പൻ പാലം ഇവിടെ അവസാനിക്കുകയാണ്. പാമ്പൻ പാലം. യെസ്, ഗുഡ് ബൈ പാമ്പൻ പാലം. ആ മഹത്തായ സൃഷ്ടിക്ക് എൻ്റെ കാഴ്ചകൾക്ക് ഇവിടെ വിരാമമിടുകയാണ്. ഓക്കെ, ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് സുരേന്ദ്രൻ ബേത്തൂർപ്പാറ. യെസ്, സൈനിങ് ഓഫ്.